വിഷുവിനെ വരവേൽക്കാനായി നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിഷു വിഭവങ്ങൾ ധാരാളമായി ഇന്ന് നമ്മുടെ സായാഹ്ന വാർത്തായാത്രയിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. ഒന്നിച്ച് വരവേൽക്കാം വിഷുവിനെ. വിഷു ഇതായിങ്ങ് മുറ്റത്തെത്തിക്കഴിഞ്ഞു. ഐശ്വര്യത്തിന്റെയും നന്മയുടെയും പൊൻകണി കാണാനുള്ള കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ നാട്ടിലും നഗരത്തിലുമൊക്കെ എന്തായി എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുത്തനുടുപ്പും കണിയൊരുക്കാനുള്ള വിഭവങ്ങളുമൊക്കെ വാങ്ങാനായിട്ടുള്ള തിരക്കായിരിക്കും ഇപ്പോൾ പുറത്തേക്കിറങ്ങിയാൽ കാണാൻ കഴിയുക. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ആ കാഴ്ചകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. തിരുവനന്തപുരം ചാലയിൽ നിന്ന് റിനു ശ്രീധറും, കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്ന് സജു ദേവസിയും, കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും, ദില്ലിയിൽ നിന്ന് ജോയ്സ് ഡാനിയലും, ഒപ്പം കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ദീപക് മലയമ്മയും നമുക്കൊപ്പം തത്സമയം എത്താൻ പോവുകയാണ്. നമുക്ക് തലസ്ഥാനത്തും തുടങ്ങാം. തിരുവനന്തപുരത്തെ തെക്കൻ കേരളത്തിന്റെ ആഘോഷങ്ങൾ എത്ര വരെയായി എന്ന് നോക്കാം. ഗുഡ് ഈവനിങ് റിനു ശ്രീധർ. വിഷുവിന് കണിയൊരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞോ റിനു? തീർച്ചയായും സുജയ, ഇപ്പോ വിഷുവിന് അത് ഇന്ന് ഡ്യൂട്ടിക്ക് വരണം, നാളേക്ക് ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ വിഷുക്കണി ഒരുക്കുവാനുള്ള എല്ലാ സാധനങ്ങളും വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എല്ലായിടത്തെയും പോലെ തന്നെ ഓണത്തിന് ശേഷം ഏറ്റവും മലയാളികൾ കൂടുതലായി ആഘോഷിക്കുന്നത് വിഷുവാണ് എന്നുള്ളതാണ്. ഞാൻ തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ് നിൽക്കുന്നത്. തെക്കൻ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലായിടത്തെയും പോലെ ഈ കണി കണ്ടും അതുപോലെ തന്നെ കൈനീട്ടം നൽകിയും നല്ല വസ്ത്രങ്ങൾ ധരിച്ചും ഒരുമിച്ചിരുന്ന സദ്യയുണ്ടും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിഷു ആഘോഷിക്കുന്നുണ്ട്. വലിയ കച്ചവട തിരക്കുണ്ട് ചാലയിൽ. അല്പസമയം മുമ്പൊക്കെ വലിയ തിരക്കായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്റെ പിന്നിലും വശങ്ങളിലുമായി കണിക്കൊന്നയും അതുപോലെ തന്നെ കണിവെള്ളരിയും അതുപോലെ തന്നെ മറ്റ് കാർഷിക വസ്തുക്കളൊക്കെ ഒരുക്കി കച്ചവടത്തിനായി എത്തിയിരിക്കുന്ന നിരവധി പേരുണ്ട്. അവരോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം. അമ്മ, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടമൊക്കെ ഉണ്ട്. എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ? ഇവിടെ ചക്ക, പൈനാപ്പിള്, ഇത് കണിക്കൊന്നയൊക്കെ ഇപ്പം സുലഭമായി കിട്ടുന്നുണ്ടോ? ഉണ്ട്. സുജയ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നഗരങ്ങളിലൊന്നും കണിക്കൊന്ന കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കണിക്കൊന്നകളൊക്കെ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച കൂടി ഈ ചാല കമ്പോളത്തിൽ നിന്ന് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏറ്റവും മലയാളികളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ വിഷു ഫലം എന്നുള്ളതാണ്. അതായത് ഈ ഒരു ദിവസം അല്ലെങ്കിൽ നാളെ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഫലം ആ ഒരു വർഷം നിലനിൽക്കും എന്നുള്ളതാണ്. ഒപ്പം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത്. നമുക്കറിയാം, രാവും പകലും ഒക്കെ തന്നെ തുല്യമായ ദിവസം കൂടിയാണ് വിഷു. പല രീതിയിലുള്ള ഐതിഹ്യങ്ങളുണ്ട്. എങ്കിൽ പോലും കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് വിളവെടുപ്പിന്റെ ഉത്സവമായി തന്നെ നമ്മൾ വിഷുവിനെ കൊണ്ടാടേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിരവധി പേരാണ് ഈ ചാല കമ്പോളത്തിലൊക്കെ കൃഷ്ണവിഗ്രഹങ്ങൾ, പല വലിപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ കണിക്കൊന്നയുണ്ട്. മറ്റ് പൂക്കൾ വാങ്ങാനും എല്ലാം നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ആ കണി ഒരുക്കുന്നതിനായി അത് അതിരാവിലെ കണി കണ്ടുണരണം എന്നതാണ്. അപ്പോൾ അതിന് മുന്നിൽ കണിക്കൊപ്പം തന്നെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് അതിൽ നമ്മളെ തന്നെ നമ്മുടെ പ്രതിഫലനമൊക്കെ കണ്ട് ആ ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഐശ്വര്യവും ആ ഒരു കാഴ്ചയിലൂടെ എടുക്കുക എന്നതാണ്. അപ്പോൾ അത്രയും ഗംഭീരമായി കണിയൊരുക്കുന്നതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനായി ആളുകൾ എത്തുമ്പോൾ അവർക്ക് മുന്നിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. പ്രത്യേകിച്ചും ചാല മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്ന ഒരിടമാണല്ലോ. അപ്പോൾ കൃഷ്ണനടക്കം പല വലിപ്പങ്ങളിൽ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും കൃഷ്ണവിഗ്രഹങ്ങൾ, അതായത് കൃഷ്ണക്ഷേത്രങ്ങളിലാണ് അടുത്ത ദിവസം, അതായത് വിഷു ദിവസങ്ങളിൽ ഏറ്റവും വലിയ ആഘോഷങ്ങൾ. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ പേരൂർക്കടയൊക്കെ തന്നെ. ഇവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ ഒരു മോനും അച്ഛനുമൊക്കെ ഉണ്ട്. വിഷുവിനുള്ള എല്ലാ സാധനങ്ങളൊക്കെ കിട്ടിയായിരുന്നു? കിട്ടി. എന്തൊക്കെയാ വാങ്ങിയ ഇവിടുന്ന്? 150 രൂപയ്ക്ക് ഒരു കിറ്റ്. 150 രൂപ കിട്ടുന്നുണ്ട് ഒരു കിറ്റ്. ഓക്കെ, വലിയ വിലയൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. വിഷുവിന് വേണ്ടിയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണിക്കൊന്ന മറ്റു സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. ചേട്ടാ, എവിടെ നിന്നാണ് കണിക്കൊന്ന കൊണ്ടുവരുന്നത്? ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ കണിക്കൊന്ന? ഒരു കെട്ടിന് എത്രയാ വിന്നറിനു? ഈ കണിക്കൊന്ന മറ്റ് ഈ റൂറൽ ഏരിയകളിൽ നിന്നാണ്. സുജയ, ഒരിക്കൽ കൂടെ ആവർത്തിക്കാമോ? അതായത് ഒരു കെട്ട് കണിക്കൊന്ന കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? ഇവിടെ കൊച്ചിയിലൊക്കെ 100 രൂപയൊക്കെയാണ് ഒരു കെട്ട്. അതായത് ഒരു വലിയ കെട്ട് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കണം. അവിടെ എത്രയാണ് വില എന്ന് ചോദിക്കൂ. നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ കണിക്കൊന്നയുടെ വില എങ്ങനെയാണ്? വില നമ്മൾ മതിച്ചെടുത്തോണ്ട് വരണം.
അല്ല, നിങ്ങൾ കൊടുക്കുന്നത് എത്ര രൂപയ്ക്ക്? 150 രൂപ കൊടുക്കും. 150 രൂപയ്ക്ക് മാത്രമേ കൊടുക്കൂ? 7 ഐറ്റം 7 ഐറ്റമാണ്. അല്ല, കണിക്കുന്ന മാത്രം കൊടുക്കും? മാത്രം കൊടുക്കും. എത്ര രൂപയ്ക്ക് കൊടുക്കും? 50 രൂപയ്ക്ക് കൊടുക്കും, 100 രൂപയ്ക്ക് കൊടുക്കും. 50 രൂപയ്ക്കും 100 രൂപയ്ക്കും കൊടുക്കും. Okay. ഒപ്പം ഈ കണി കാണുന്നതിനുള്ള ഒരു കിറ്റായിട്ടാണ് ഇവർ കൊടുക്കുന്നത്. 150 രൂപയാണ് ആ ഒരു കിറ്റിന് വില എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ഓക്കെ റിനു, നമുക്കപ്പോൾ കൊച്ചിയിലേക്ക് വരാം. അപ്പോൾ ഒരു കിറ്റായി 150 രൂപയ്ക്ക് ചക്കയും മാങ്ങയും എല്ലാം ചേരുന്ന ഒരു കിറ്റാണ് കൊടുക്കുന്നത്.